ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു തീരുമാനം എടുത്തു എന്ന് അവർ തന്നെ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു എന്ന് അവർ വിചാരിച്ചാൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവരിങ്ങനെ മാറുന്ന ഒരവസ്ഥയാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം മെയിനായിട്ടുള്ള അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണുള്ളത് എന്ന് പറയാം. പക്ഷെ എങ്കിലും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണൽ എനർജി ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതായത് കുട്ടികളെ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ ചിലപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് ഒരു ലൈഫിന് എടുക്കുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതായത് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെയുള്ള വ്യക്തികളില്ല, അത്തരത്തിലുള്ള വ്യക്തികളാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ലൈഫിനെ കുറിച്ച് ഒരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാത്തവരാണ്. അവർക്കൊരു ഫ്രീഡം വേണം, ഹാപ്പിനെസ് വേണം, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, അവർക്ക് ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും. ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അത്തരത്തിലുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സണായിട്ട് നമുക്ക് പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവർക്ക് കുറിച്ചൊരു ഇന്നസെന്റ് ആയിട്ടുള്ള നല്ല നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തികൾ കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നവും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്നസെൻസ് കാരണം പല പ്രശ്നങ്ങളിലും ഇവർ പോയി ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കൂടുതൽ എനർജി, കൂടുതൽ ആളുകളും അങ്ങനെയുള്ളവരാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ 2 വഴികളുണ്ട്. അതിലൊരെണ്ണം നിങ്ങളും ഒരെണ്ണം അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനുമാണ്. ഇപ്പോഴും അവർ ഇതിനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. അവർക്കറിയാം നിങ്ങളാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ചേരുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീരുമാനം എടുത്താലും അത് പെട്ടെന്ന് തന്നെ മാറും. സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവം ഉള്ളൊരു വ്യക്തിയല്ല ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്ന വ്യക്തി. അവർക്ക് നിങ്ങളോട് ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ പറയുമല്ലോ, അവനൊരു രീതിയിലും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഥയില്ലാത്ത മനുഷ്യനെ പോലെ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൊണ്ടുനടക്കാനോ അങ്ങനത്തെ ഒരു ഇതില്ലാത്തൊരു വ്യക്തിയാണ്. നിങ്ങളിൽ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയല്ല അവർ. പക്ഷെ ചില സിറ്റുവേഷനുകൾ കൊണ്ട് നിർബന്ധിതരായിട്ട് ഇറങ്ങിപ്പോയവരാണ്. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മറ്റെന്തിനെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു എനർജിയും അല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവരെ ആരോ നിർബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർ മാറിപ്പോയതാണ്. അവർക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാനേ ശരിക്കും പറഞ്ഞാൽ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു അവരുടെ ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടെയല്ല അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാത്ത ഒരു അവസ്ഥ അവർക്കുള്ളത്. കാരണം മനസ്സുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയവരല്ല. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ മറ്റൊരു വഴി തെരഞ്ഞെടുത്ത്
അതിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇവരെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു സ്നേഹവും കെയറും ഒക്കെ എല്ലാം ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റിയ ആരും തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ ഒപ്പം ഇല്ല. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരെ ശ്രദ്ധിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആരുടെയും ഒരു സാന്നിധ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് അല്ലെങ്കിൽ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകും. അതുപോലെ ഒരു നല്ല റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നല്ല സമയം വരും, അങ്ങനെ അവർ സമാധാനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇപ്പൊ അവരുടെ കൂടെയുള്ള വ്യക്തികളെ വെറുപ്പിച്ചിട്ട് അവർക്ക് വരാനായിട്ട് കഴിയില്ല. അതിനുള്ള ഒരു ധൈര്യം അവർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ മദറോ ഫാദറോ അല്ലെങ്കിൽ അവർ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ അവർക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം. അപ്പൊ ആ ഒരു വ്യക്തികളെ വെറുപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് അവർക്ക് പറ്റില്ല, അതിനവർക്ക് സാധിക്കില്ല. പക്ഷെ കാലചക്രം ഇങ്ങനെ തിരിയുമ്പോൾ നമുക്കൊരു വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാലചക്രം തിരിയുമ്പോൾ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകും. ഈ ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്നത് അപ്പായിട്ട് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാകും എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിനു വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ട് ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ അപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ടും കാണുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ആ ഒരു സ്റ്റേജിൽ അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതായത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇവര് ആരാണോ നിങ്ങളിൽ നിന്ന് അയറ്റിക്കൊണ്ട് പോയത് ആ വ്യക്തികളെ ഇവർക്ക് പേടിയാണ്. അല്ലെങ്കിൽ പേടി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ആൾക്ക് ടെൻഷനുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് വന്നാൽ പിന്നെ അവരുമായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനുള്ള ഒരു ധൈര്യം അവർക്കില്ല. ഇതിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ജീവിക്കും എന്ന് പറയാനുള്ള ധൈര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അതാണ് നമുക്കിവിടെ വീണ്ടും വീണ്ടും കാണുന്നത്. അതിന് പേടി എന്നല്ല പറയുക, അവരിട്ടിട്ട് പോരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രവർത്തിക്കണമെന്ന് ഇവർ വിചാരിക്കുന്നുമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർ ആരെയൊക്കെ വെറുപ്പിക്കേണ്ടി വരും. അത് അവർക്ക് വളരെയധികം ടെൻഷൻ നൽകുന്ന ഒന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവർ സ്നേഹിക്കുന്നത്. അതൊരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതൊരു ഫാദർ മദർ അങ്ങനത്തെ രീതിയിൽ വരാം, അല്ലെ ഗോഡ് ഫാദർ അങ്ങനെയൊക്കെ രീതിയിൽ വരുന്ന വ്യക്തികളുമായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രണ്ട് പോലും ആയിരിക്കാം. അപ്പൊ അവരെ ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട്, അപ്പൊ അവര് ഒത്തിരി കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ വിട്ടിട്ട് പോരാനായിട്ട്, അവരെ വെറുപ്പിച്ച് പോരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെ അവര് ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ആ വ്യക്തികളെ അവർക്ക് പേടിയാണ്. അവർക്ക് എല്ലാ ഒരു ഫീലിങ്സും ഇമോഷൻസും ലവും എല്ലാം അവർക്കുള്ളത് നിങ്ങളോട് തന്നെയാണ്. പക്ഷെ അവർക്ക് അതിനുള്ളൊരു ധൈര്യമില്ല. ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരാനുള്ള ആ ഒരു ധൈര്യം അവർക്കില്ല. അതാണ് അവരുടെ ഒരു എനർജി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇവർ നിൽക്കുന്ന സിറ്റുവേഷനുള്ള വ്യക്തികളെ ഇഷ്ടമാണ്, നിങ്ങളെയും വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഓരോരോ രീതിയിലുള്ള സ്നേഹങ്ങളുണ്ട്. അപ്പോൾ അത് കൊടുക്കാനും അതിനകത്ത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വെക്കാനും അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അവരെ നിർത്തേണ്ടടുത്ത് നിർത്താനും കഴിയണം. അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് ചെയ്യുന്നത്. കാരണം ഇതൊരു കുട്ടിക്കളിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവർ ആരുടെ കൂടെയാണ് ഉള്ളത്, അവരിൽ നിന്ന് മോശം അനുഭവം അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്ന് വീണ്ടും അങ്ങനെ ഉണ്ടാകും. മോശം എന്ന് പറഞ്ഞാൽ മോശമായി പെരുമാറിയെന്നല്ല, എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമോ, ഒരിക്കൽ കൂടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നവർക്ക് പേടിയുണ്ട്. അതായത് തേർഡ് പാർട്ടി മുന്നേ കൊടുത്തതുപോലെ തന്നെ ഒരു ട്രോമ ഇനിയും ഉണ്ടാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അവരിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ആ ഒരു മനസ്സിൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്, അല്ലെ പൂർണ്ണത എന്ന് പറയുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളോട് നല്ലൊരു താല്പര്യമുള്ള സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ പോലെ അവരെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഏറ്റവും ഒരു ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആള്, ഇനി ആരും അങ്ങനെ ഉണ്ടാകാനുമില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇനിയും നിങ്ങളെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആരും അവരെ സ്നേഹിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ നിങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് അവരതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ വ്യക്തിയെ പറ്റി പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഉള്ള കപ്പാസിറ്റി ശരിക്കും പറഞ്ഞാൽ അവർക്കുണ്ട്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. അവരിങ്ങനെ കരഞ്ഞു വിളിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കഴിവില്ല, എന്നെ ഇനി ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ എന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത്.
അപ്പൊ ശരിക്കും ഇവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. ഒരു കിങ് ഓഫ് കപ്സ് അതിന്റെ ഒരു എനർജി ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഭാവിയിലേക്ക് അവർക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പേജ് ഓഫ് കപ്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പോയ കപ്സുകളെ നോക്കി ഈ വ്യക്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പുറകിൽ ഇവർക്ക് എബിലിറ്റി ഉണ്ട്. 2 കപ്സ്, വീഴാത്ത കപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ ഒരു ബ്രിഡ്ജിലൂടെയും ഇവർക്ക് ഇത് നിങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹോപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അവർക്ക് ഉണ്ട് കേട്ടോ, ഹോപ്പ് ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ വരും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ ഗ്ലൂമി അടിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു കാര്യം, പക്ഷെ ഇവർക്ക് സ്നേഹമുണ്ട്, നല്ല ഇതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് ഈ ബാക്കിൽ കപ്പ് കാണാനോ അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാനോ ഉള്ള ഒരു എനർജി ഇവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഇവരിങ്ങനെ കരഞ്ഞു വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളല്ല. എന്തെങ്കിലും ഒരു ചീറ്റിങ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ലാതെ പർപ്പസ് ആയിട്ട് കരുതി കൂട്ടി നിങ്ങളെ ചതിച്ചു പോയ വ്യക്തികളൊന്നുമല്ല. കുറച്ച് ശുദ്ധഗതിക്കാരായ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയാം. അപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന രീതിയിൽ അവർ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ധൈര്യവുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷമങ്ങളെല്ലാം അവർ ഹൈഡ് ചെയ്ത് തല കുനിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ ഒന്നും ഒരു സെർച്ച് ചെയ്യുന്നില്ല. അവർ വെറുതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഇനി ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒരു ഡിവൈൻ ടൈം അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈമിൽ ഈ ഒരു വേ ഒക്കെ ഇവർ ബ്രിഡ്ജൊക്കെ കാണാനും, ബ്രിഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ഐഡിയസ് ഒക്കെ പ്ലാനുകളൊക്കെ കിട്ടാനൊക്കെ ഉള്ള വഴികളാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത്ര ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓവറോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ആക്ഷൻ കാർഡ് ഉണ്ട്. പക്ഷെ തന്നെ ഈ ഒരു മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി മാറിപ്പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആക്ഷൻ കാർഡ് ഉണ്ട്, ഇവർ ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും. പക്ഷെ വീണ്ടും ഇവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളാണ്, നിങ്ങളോടുള്ള ഒരു സ്നേഹം ആണെന്നാണ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം അതിനപ്പുറം ആരുമില്ല. പക്ഷെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് അതൊന്നും കാണിക്കാനും പറ്റില്ല. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് എന്തൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, ഐ നീഡ് യു ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ ഹോൾ എക്സിസ്റ്റൻസ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. അതുപോലെ മൊത്തം ലൈഫിലും എല്ലാ കാര്യത്തിലും അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നത്. യു ഡോണ്ട് ഫെയിൽ ടു കീപ്പ് യുവർ പ്രോമിസസ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോമിസസ് കീപ്പ് ചെയ്യാതിരുന്നിട്ടില്ല അല്ലെങ്കിൽ നിറവേറ്റാതിരുന്നിട്ടില്ല. ഒരിക്കലും ഫെയിൽ ആയിട്ടില്ല ആ ഒരു കാര്യത്തിൽ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നാണ് അവർ ഈ സമയത്ത് പറയുന്നത്. യു ഹാവ് ഹെൽപ്ഡ് മീ റിയലൈസ്ഡ് ആൻഡ് കറക്റ്റ് മൈ ഓൺ മിസ്റ്റേക്സ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്, നിങ്ങൾ അവരെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മനസ്സിലാക്കാനും തിരുത്താനും ഒക്കെ ഒത്തിരി അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന വ്യക്തി ഒരു സമയത്ത് പറയുകയാണ്. ഓക്കെ, യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലൈഫ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സത്യമായ ഒരു മീനിങ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ് എന്ന വ്യക്തി പറയുന്നുണ്ട്. ഓക്കെ, ഐ സ്റ്റിൽ ഫോൾ ഫോർ യു എവറി സിംഗിൾ ഡേ. ഇപ്പോഴും ഞാൻ ഓരോ ദിവസവും നിനക്ക് വേണ്ടി വീണുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഓരോ ദിവസവും നിന്നിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, ജസ്റ്റ് തിങ്കിങ് അബൌട്ട് യു മേക്ക് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കൊരു ചിരി എൻ്റെ മുഖത്ത് വരുന്നു. അവർക്ക് സന്തോഷം വരികയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷത്തിൽ. യു ഹാവ് ടോട്ട് മീ ഹൗ ടു മേക്ക് സാക്രിഫൈസ് വിതൗട്ട് ലൂസിങ് മൈ ഹാപ്പിനെസ്. ഓക്കെ, നീയാണ് എന്നെ പഠിപ്പിച്ചത് സാക്രിഫൈസ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു കാര്യം അത് ആ ഒരു സാക്രിഫൈസിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് സന്തോഷത്തോടെ ഇരിക്കാനും, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഇരിക്കാനും, അതൊരു സന്തോഷമായിട്ട് എടുക്കാനും ഒക്കെ പഠിപ്പിച്ചത് നീ തന്നെയല്ലേ എന്നവർ ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട്. ഓക്കെ, the love I have for you make me a more caring, kind and compassionate person. ഓക്കെ, നിങ്ങളോടുള്ള ആ സ്നേഹം, ആ ഒരു സ്നേഹമാണ് അവരെ
ഒത്തിരി കെയറിങ്ങും അതുപോലെ ദയുള്ളതും കമ്പാഷനേറ്റ് ആയ ഒരു പേഴ്സണൊക്കെ ആക്കി മാറ്റിയത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ് എന്ന് ഈ വ്യക്തി പറയുകയാണ്. ഓക്കെ ഓക്കെ നമ്മളൊരു ഞാൻ സാധാരണ റീഡിങ് വായിച്ചതിന് ശേഷം അതിങ്ങനെ മലത്തിയായിരുന്നു വെക്കാറുള്ളത്. പക്ഷെ എന്തോ ഞാനിന്നിങ്ങനെ കമത്തി വെച്ചു, എനിക്കറിയില്ല. അത് ഇനി മൊത്തം വായിച്ച് കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പോഴാണ് അയ്യോ കമത്തിയാണല്ലോ വെച്ചത്, സോറി. ഓക്കെ, അപ്പോൾ ഇത്ര മെസ്സേജസ് ആണ് നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെ കമത്തി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കമത്തി വെക്കാനായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് കമത്തി വെച്ചെന്നുള്ളേ, സോറി ഫോർ ദ ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ദിസ് റീഡിങ്. ഓക്കെ, വളരെ കുറച്ച് ക്ലൂസാണ് നമുക്ക് വന്നിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ കളറാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ യെല്ലോ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, നിങ്ങളുടെ ലെഫ്റ്റ് ചീക്സിലെ കവിളുകളിൽ ചിലപ്പോൾ മോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കവിളുകളിൽ മറുകുണ്ടായിരിക്കാം. ലെഫ്റ്റ് കവിളിൽ മറുകുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നേച്ചർ, പ്രകൃതിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുകയാണ്. അക്കൗണ്ടന്റ്, നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആകാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 months വീണ്ടും നമുക്കൊരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ്, ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് അതായത് ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ബോഡി കൊണ്ടെടുക്കുന്ന ആളുകളായിരിക്കും നിങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വെച്ചാൽ. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടുന്നത്. 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ ബി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചൈൽഡിഷ്, ഓക്കെ, നമ്മുടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. ചൈൽഡിഷ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി റീഡിങ് കണ്ടതാണ്. അത് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്നു. 1 month വീണ്ടും ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് കളേഴ്സ്, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വൈറ്റ് കളേഴ്സിനോട് ഒത്തിരി ആകർഷണം തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നവരോ ഒക്കെ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ഇസഡ്, ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 22 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു സമയത്ത് ഈ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് ക്ലൂസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഒത്തിരി പേര് റീഡിങ് കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല. കുറച്ച് ആളുകൾ എന്നും നമുക്ക് സപ്പോർട്ട് തരുന്ന, എല്ലാ വീഡിയോസിനും സപ്പോർട്ട് തരുന്ന കുറച്ച് ആളുകൾ അവർ സ്ഥിരമായിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഈ ഒരു സമയത്ത് വളരെയധികം താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ റീഡിങ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളാണുള്ളൂ. ഈ ഒരു ടൈമിൽ നമ്മളൊരു ഏകദേശം 10K എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ എൻ്റെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ കടന്നു വരുന്ന എല്ലാവരെയും ഞാൻ വളരെയധികം വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. Okay, thank you for watching.